അഞ്ചൽ കോട്ടുകലിൽ വൃദ്ധ ദമ്പതികൾ ആരുടെയും ആശ്രയമില്ലാതെ ദുരിതമനുഭവിച്ചു വരുന്നു. 21 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തു നിന്നും കോട്ടുകലിലെത്തിയ രാജുവും ഇയാളുടെ ഭാര്യ ഓമനയും വാടക വീട്ടിൽ താമസിച്ച് ഇവിടെ കൂലിപ്പണി ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. 21 വർഷങ്ങൾക്ക് മുൻപ് കോട്ടുകലിലെത്തിയ ഇവർക്ക് ഒരു മകൻ ഉണ്ടെങ്കിലും വർഷങ്ങളായി ഈ മകനുമായി യാതൊരു ബന്ധവുമില്ലെന്നും മകൻ നിലവിൽ എവിടെയാണെന്ന് പോലും തങ്ങൾക്ക് അറിയില്ലെന്നും ഇവർ പറയുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. എനിക്ക് വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ്. എന്നെ കൊണ്ട് കഴിയാമെന്ന് ഇപ്പോൾ എന്നെ കൊണ്ടാവുന്ന ജോലികൾ ഞാൻ ചെയ്യുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടും വല്ലാണ്ടില്ല. എന്നാൽ പക്ഷേ എനിക്ക് അയാളുടെ കാര്യമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത് അത്യാവശ്യം. അയാളെ ഒന്ന് വരവാക്കാൻ എനിക്കിവിടെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ ബാത്റൂമായ കാര്യങ്ങൾ, ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊന്നും ഒരു 10 രൂപയുടെ സഹായം പോലും ഇയാൾ നിവർത്തിയില്ല. അതുകൊണ്ട് അയാളുടെ കാര്യം ഒന്ന് നോക്കി എനിക്കൊന്ന് വരാനുള്ള സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതാണ് എനിക്ക് പറയുന്നത്. നമസ്കാരം, മൊയ്തഞ്ചലാണ്. ഞാനുള്ളത് കോട്ടുകലാണ്. കോട്ടുകല് 2 വൃദ്ധ ദമ്പതികൾ വളരെ വിഷമത്തിലാണ് കഴിയുന്നത്. ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വരുന്ന സാഹചര്യമാണ്. ബന്ധുക്കളോ ആരുമില്ല. ഇവരെ 21 വർഷത്തിന് മുമ്പ് കൊല്ലത്ത് നിന്ന് കോട്ടുകൽ വന്ന് വാടകയ്ക്കൊക്കെ താമസിച്ച് അത്യാവശ്യം കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു വരുന്ന ദമ്പതികളായിരുന്നു. ഇപ്പോൾ ഒരു വളരെ ബുദ്ധിമുട്ടിലാണ്. ആരോഗ്യമൊക്കെ ക്ഷയിച്ച് പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇവരെ ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു ആശ്രയ കേന്ദ്രം തയ്യാറാവണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ പഞ്ചായത്ത് കെട്ടിടത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഒരു ചായ കച്ചവടമൊക്കെ തുടങ്ങി ജീവിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പം ആരോഗ്യമൊക്കെ ക്ഷയിച്ചതോടെ വലിയ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആശ്രയ കേന്ദ്രത്തിലെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഇവർ കോട്ടുകൽ ജംഗ്ഷന് സമീപത്ത് പഞ്ചായത്ത് കെട്ടിടം വാടകയ്ക്കെടുത്ത് ചായക്കട തുടങ്ങി. അന്നു മുതൽ ഇവർ ചായക്കടയിൽ തന്നെയാണ് അന്തി ഉറങ്ങുന്നത്. ഒരു 21 വർഷത്തിന് മുമ്പേ ഇവിടെ വന്ന് വീട് 1-2 സ്ഥലത്ത് മാറി വാടകയ്ക്ക് എടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന 4 വർഷത്തിനടുത്തായ ഈ പഞ്ചായത്തിൻ്റെ ഈ കട റൂം എടുക്കുകയും ഇതിനകത്ത് താമസിക്കുകയും ചെയ്യുന്നത്. ഇവിടെ കച്ചവടം നടത്തി വരികയായിരുന്നു. പക്ഷേ അവർക്ക് ഇപ്പോൾ കച്ചവടം നടത്താനുള്ള സാഹചര്യമല്ല 2 പേർക്കും. അമ്മാമയ്ക്കാണ് തീരെ ആവശ്യതയാണ്. കൈയൊക്കെ തളർന്ന് എണീക്കാനൊന്നും പറ്റത്തില്ല, ഒരാൾക്കുള്ള സഹായം ഇല്ലാതെ. അച്ചായന് പിന്നെ ആരോഗ്യം കുറഞ്ഞ് വേറെ പണിക്കൊന്നും പോകാനും പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ഒരു സംഘടനയോടെ ഏറ്റെടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല, കക്കൂസി പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വലിയൊരു ഇവരെ എടുത്തുകൊണ്ടാണ് ഇതിനെല്ലാം കൊണ്ടുപോകുന്നത്. 2 പേരേ ഉള്ളൂ ഇവിടെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് വീടും സ്ഥലങ്ങളും ഒന്നുമില്ല. ഇവിടെ 2 പേരും ഇവിടെ വാടകയ്ക്ക് ഇവിടെ താമസിക്കുക. ഇവരുടെ ജീവിതം വളരെ ദുരിതത്തിലാണ്. നാട്ടുകാരുടെ സഹായത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ അവർ കിട്ടിയാലേ മുന്നോട്ടുള്ള കാര്യം നോക്കൂ. അതല്ലെങ്കിൽ സർക്കാർ അത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങളതിന് നാട്ടുകാർക്ക് സഹായത്തിലാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പേർക്കും വയ്യാതിരിക്കുക, മറ്റുള്ള സൗകര്യങ്ങളും ഇതിനകത്ത് അല്ല, അതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. അതുകൊണ്ട് എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും അവർക്ക് ഉണ്ടാവണം. എന്നാൽ വാർദ്ധക്യമായതോടെ ഇവർക്ക് ചായക്കച്ചവടം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആരോഗ്യപരമായി വളരെ മോശം സ്ഥിതിയുമാണ്. ഞാനുള്ളത് കോട്ടുക്കൽ ചന്തയ്ക്ക് സമീപത്താണ്. കോട്ടുക്കലിൽ നിന്ന് മഞ്ഞപ്പാറ റൂട്ടിലോട്ട് പോകുന്ന ആ ഭാഗത്ത് 2 വൃദ്ധ ദമ്പതികൾ പഞ്ചായത്ത് കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ചായക്കടയൊക്കെ നടത്തി. ഈ സാഹചര്യത്തിൽ ഇരുവരെയും ഏതെങ്കിലും അഭയകേന്ദ്രം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ഈ ദമ്പതികളുടെയും ആവശ്യം. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിൻ്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ഓട്ടോമാറ്റിക് ഫോർക്ക് ഇലക്ട്രിക്കൽ ഫോർക്ക് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ.
പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.